ഹലോ, ഇന്ന് മാങ്ങയിട്ട ഒരു അയലക്കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. മീൻ കറിയിലേക്ക് വേണ്ട തക്കാളിയും ഉള്ളിയും തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പം സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ്. എനിക്കിവിടെ സവാള ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്, ചെറിയ ഉള്ളി ഇല്ലാത്തതിനാൽ. അപ്പോൾ തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് ഉള്ളിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള ചേർക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടുമ്പോൾ നന്നായി വാട്ടിയെടുക്കണം. ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം, ചെറിയ തീയിലിട്ട്. അപ്പോൾ കുറച്ച് എണ്ണ കുറവായിട്ട് തോന്നി, അപ്പോൾ ഇനി കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവണം. അപ്പോൾ നല്ല കളറൊക്കെ വരുന്നുണ്ട്. ഇനി പച്ചമുളക്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി മാങ്ങ ചെറിയ പീസായിട്ട് എടുക്കണം. നല്ല പുളിപ്പുള്ള മാങ്ങയാണ്. ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. നമുക്ക് അരിഞ്ഞ് വച്ചേക്കുന്ന അരച്ച അരപ്പെടുത്ത് ഈ ഉള്ളി വാടിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. മാങ്ങ, പച്ചമുളക് അരിഞ്ഞത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ അത് വെന്തതിന് ശേഷം മാത്രം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മീൻ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചതാണ്. മീനും കൂടി ചേർക്കണം. ഇനി കറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. നല്ല മണം വരുന്നുണ്ട്. കറി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല റെഡ് കളർ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. സൂപ്പർ ടേസ്റ്റുള്ള അയലക്കറിയാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. താങ്ക് യു.